ശ്വേതജി, അപ്പൊ ഇവരാണ് ഇന്നത്തെ നമ്മുടെ ടാസ്കിന് നിൽക്കുന്ന 4 അമ്മമാർ. പറയൂ. അല്ല, അപ്പോൾ സിറ്റുവേഷണൽ നിങ്ങളെല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്ട്സാണ് ഞാൻ ചോദിക്കുന്നത്. 30 സെക്കൻഡ്സ് ആലോചിക്കാനുള്ള സമയം തരും, ലൈറ്റ്സ് ഓഫ് ചെയ്തിട്ട്. ആരുടെ മുകളിലാണ് സ്പോട്ട് ലൈറ്റ് വീഴുക, ആ ആൾ ആ സബ്ജക്റ്റ് അല്ലാതെ ആ ഒരു ടോപ്പിക് അല്ലാതെ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ 1 മിനിറ്റ് കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ആവും. പേഴ്സണൽ പെർസ്പെക്റ്റീവ് പോയിൻ്റ് ഓഫ് വ്യൂ ആണ് ഉത്തരം തരേണ്ടത്. ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. 2 പോയിൻ്റ് ആണെങ്കിലും കുഴപ്പമില്ല, ഭയങ്കര ക്ലാരിറ്റിയോടെ സംസാരിക്കുക, അത്രയേ ഉള്ളൂ. ഈസിയാണ്, നമ്മളെല്ലാവർക്കും റിലേറ്റ് ചെയ്യപ്പെടുന്ന ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. സ്കൂൾ ട്രോമ എന്നൊക്കെ കേൾക്കാറില്ലേ? സ്കൂൾ ട്രോമ, ഈ കുട്ടികൾ റാഗിങ് ചെയ്യുന്നു, സ്കൂൾ ടീച്ചർ കുട്ടികളെ ദേഷ്യപ്പെടുന്നു, പേരൻസ് അത് ഓവർ റിയാക്റ്റീവായിട്ട് അവർ നേരെ കോടതി കേട്ടലും കേസാവലും വലിയൊരു കാര്യമാണ്. ഇതിനെ പറ്റി എനിക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി വേണം. സോ ഓൾ ദി ബെസ്റ്റ്. ലൈറ്റ്സ് ഓഫ്. ഇപ്പം ഈ അടുത്ത കാലത്തായി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് റീസെൻ്റായിട്ട് ന്യൂസ് പേപ്പേഴ്സിലും ടി വിസിലൊക്കെ കാണാം. ഇപ്പം ഈവൺ ഒരു ചെറിയൊരു കാര്യത്തിന് ഞങ്ങൾ ടീച്ചേഴ്സ്, ഇപ്പം ഐ എം എ ടീച്ചർ, ചെറിയൊരു വിഷയം എടുത്ത് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് വീട്ടിൽ പോയി വലിയൊരു കാര്യമാക്കി കോർട്ടിലല്ല ഡയറക്റ്റായി പോവാം. സോഷ്യൽ മീഡിയ, ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ, ഇപ്പോൾ സോഷ്യൽ മീഡിയ ടീച്ചേഴ്സിന് ഒരു നെഗറ്റീവായിട്ട് കമൻസ് ഇടാം. പിന്നെ പേരൻസ് ചെറിയ വിഷയത്തിൽ കുട്ടികളത് വലിയതായി കാണിക്കുന്നുണ്ട്. ഞാനൊക്കെ പഠിച്ച സമയത്ത് എനിക്കൊക്കെ എത്രയോ അടി കിട്ടിയിട്ടുണ്ട്. പക്ഷേ സെയിം പ്രോസസ്സ് ഞങ്ങൾക്ക് ഇപ്പോൾ അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. മെയിൻലി ബിക്കോസ് ഓവർ കെയറിങ്. പേരൻസ് ഭയങ്കര പാമ്പർ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഭാഗത്ത് തെറ്റ് എന്ന രീതിയിലാണ് പേരൻസിൻ്റെ ഒരു കോൺസെപ്റ്റ് വരുന്നത്. അപ്പം പേരൻസ് കുട്ടികൾക്ക് അതേ രീതിയിൽ അവർക്ക് ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അടുത്ത ചോദ്യം. ടോക്സിക് പാരൻറ്റിംഗ് എന്ന് പറയില്ലേ? നമ്മളെല്ലാവരും വളർന്ന സമയത്ത് നമുക്ക് നല്ല അടി കിട്ടിയിട്ടുണ്ട്, നമ്മൾ വളർന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ നല്ല നല്ല ആൾക്കാരായിട്ടുമുണ്ട്. പക്ഷെ ഇപ്പോൾ ആണെങ്കിൽ കൈ ഒന്ന് അടിക്കാൻ വേണ്ടി എടുത്താൽ അപ്പോൾ ലോ ആണ് എല്ലാവരും പറയുക. കുട്ടികൾ വരെ ലോ പറയാൻ തുടങ്ങി, സ്കൂളിൽ വരെ പഠിപ്പിക്കാൻ തുടങ്ങി. ഈസ് ദാറ്റ് റൈറ്റ്? ഈ ടോക്സിക് പാരൻറ്റിങ്ങിൻ്റെ ഒരു മീറ്റർ ആരാണ് തീരുമാനിക്കുന്നത്? പേരൻ്റ് ആണോ, ടീച്ചറാണോ, കുട്ടിയാണോ, ലോ ആണോ എന്ന് ഒരു ഇതിൽ. And your time starts. Lights off. എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് കുട്ടികൾക്ക് തക്ക സമയത്ത് സ്നേഹവും ശിക്ഷണവും കൊടുത്ത് വളർത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിൽ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും തുല്യ പങ്കാണെന്ന് ഞാൻ പറയും. കാരണം വളരെ കുറച്ച് സമയം പേരൻസിൻ്റെ കൂടെ അവർ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദ സമയവും കൂടുതൽ സമയം അവർ ചെലവഴിക്കുന്നത് അധ്യാപകരോടൊപ്പമാണ്. തീർച്ചയായിട്ടും അവരുടെ ഒരു തെറ്റ് കണ്ടാൽ അവർ കൂടുതൽ സമയം ചെലവഴിക്കുന്നതും അവരെ കുറച്ചുകൂടെ അവർ തുറന്നു കാട്ടുന്ന അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും സ്കൂളിലുമാണ്. അപ്പോൾ അവർക്കൊരു തെറ്റ് കണ്ടാൽ അത് തിരുത്താൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ആൾക്കാർ അധ്യാപകർ തന്നെയാണ്. അതിനെക്കുറിച്ച് കുട്ടി ഒരു പരാതിയായിട്ട് വീട്ടിൽ വരുമ്പോൾ പേരൻസ് അവരോട് അവരുടെ തെറ്റെന്നാണെന്ന് മനസ്സിലാക്കി കൊടുത്ത് ആ അധ്യാപകർക്ക് ആ കുഞ്ഞിനോടുള്ള കരുതലിൻ്റെ ഭാഗമാണ് അവരത് ചെയ്തത്, അവരെ ശിക്ഷിച്ചത് അല്ലെങ്കിൽ അവരെ ശാസിച്ചത് എന്ന് പറഞ്ഞു കൊടുക്കാൻ ഇപ്പോഴത്തെ മാതാപിതാക്കൾ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തെറ്റ്. ഒപ്പം ഒരുപാട് കമ്മീഷനുകൾ ഉണ്ടായി. ആ കമ്മീഷനുകളെല്ലാം തന്നെ കുട്ടികളെ മാത്രം പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പം ഞാനൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞങ്ങൾക്ക് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് നിർദ്ദേശം തരും, ഒരു കുട്ടീനെ രൂക്ഷമായിട്ട് നോക്കാൻ പാടില്ല, അവരെ ശാസിക്കാൻ പാടില്ല, ശിക്ഷിക്കാൻ പാടില്ല. അതുകൊണ്ട് സംഭവിക്കുന്ന കാര്യം അവരുടെ പല ചെറിയ തെറ്റുകളല്ല ഇപ്പോഴത്തെ കുട്ടികൾ ചെയ്യുന്നത്. അവർ വലിയ തെറ്റിലേക്ക് പോകുമ്പോഴും നമ്മളൊന്ന് പേടിക്കും. കാരണം ആഫ്റ്ററായിട്ട് വരുന്ന പ്രശ്നങ്ങൾ നമുക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അതിനപ്പുറം കുട്ടികളെ കേൾക്കാൻ മാത്രമായിട്ട് പോകും നിയമങ്ങൾ. ആ സമയത്ത് നമ്മൾ വല്ലാതെ നമ്മൾ നന്മ ഉദ്ദേശിച്ചെങ്കിൽ അത് നമുക്കൊരു ശിക്ഷയായിട്ട് തിരിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്, നൈസ്. ഓക്കെ, നമ്മൾ സെക്സ് എഡ്യൂക്കേഷൻ വീട്ടിൽ പേരൻസ് കുട്ടികളുടെ അടുത്ത്, ഇപ്പോൾ ആണും പെണ്ണും ഉള്ള കുട്ടികളുണ്ടെങ്കിൽ, അല്ല 2 പെൺകുട്ടികളുണ്ടെങ്കിൽ, അല്ലാതെ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഒരു ആൺകുട്ടി ഉണ്ടെങ്കിൽ, ഈ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ ഏത് ഏജിൽ തൊട്ടിട്ടാണ് തുടങ്ങേണ്ടത് ഒരു പേരൻസ്? സെക്കൻഡ് തിങ്, ഈ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സമയത്ത് അതേ സമയത്ത് നമ്മൾ ടി വിയിൽ എന്തെങ്കിലും കണ്ടാൽ നിങ്ങൾക്ക് പ്രായമായിട്ടില്ല, ഇത് കാണാൻ ഇപ്പോൾ സമയമല്ല, അത് ഞാൻ പറഞ്ഞുതരാം പിന്നെ, വാട്ട് ഈസ് യുവർ ഏജ് എന്ന് പറഞ്ഞിട്ട് ഗോ ആൻഡ് സ്റ്റഡി എന്ന് അതേ സമയത്ത് ഡബിൾ സ്റ്റാൻഡേർഡ് പേരൻസ് കാണിക്കുന്നുണ്ട്.
സോ വാട്ട് ഡു യു മീൻ ബൈ ഈ സെക്സ് എഡ്യൂക്കേഷൻ്റെ പറ്റി എന്താണ്, ഹൗ ഇമ്പോർട്ടൻറ്റ് ഇറ്റ് ഈസ്? ഓക്കെ, ആൻഡ് ലൈറ്റ്സ് ഓഫ്. ഈ ഒരു ടോപ്പിക്ക് ആക്ച്വലി ഭയങ്കര റെലവൻ്റ് ആണ്. എൻ്റെ മോളെ സംബന്ധിച്ചിടത്തോളം ഓരോ പ്രായത്തിലും അതാത് ലെവലിലുള്ള അവർക്ക് മനസ്സിലാവുന്ന രീതിക്ക്, ആർക്കായാലും അവർക്ക് മനസ്സിലാവുന്ന രീതിക്ക് പാരൻസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. സെക്സ് എഡ്യൂക്കേഷൻ ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഓരോ ക്ലാസ്, ഞാൻ പറയുന്ന സ്കൂളിലും ഇങ്ങനത്തെ ടോപ്പിക്സ് ഓരോ ഇയറിനനുസരിച്ച് അവർക്ക് കരിക്കുലം ഡിസൈൻ ചെയ്യണം. ഈ ഒരു പ്രായത്തിൽ ഇത് പറയണം, ഇതൊരു പ്രായത്തിൽ. മാഡം ചോദിച്ച കണക്ക് ടി വിയിൽ ഒരു സംഭവം വരുമ്പം നമ്മൾ ഒരിക്കലും ഡബിൾ സ്റ്റാൻഡേർഡ് കാണിക്കാൻ പാടില്ല. അവർക്ക് ക്യൂരിയോസിറ്റി കൂടെയുള്ളൂ. ഇനി അത് ചെയ്യരുത്, കാണരുതെന്ന് പറഞ്ഞാൽ അത് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി കൂടും. എപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന അടച്ചു വെക്കുന്ന സാധനങ്ങൾ തുറന്നു കാണാനാണ് ക്യൂരിയോസിറ്റി. അതിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമായിരിക്കുന്നത്. സോ നമ്മൾ തുറന്നു കാട്ടുക ലോകം. ഇത് ശരിയാ, ഇതിങ്ങനെയൊക്കെയാണ് മോളെ എന്ന് പറഞ്ഞ് തുറന്നു കാട്ടുന്ന സമയത്ത് പിള്ളേർക്ക് ആ ക്യൂരിയോസിറ്റിയും ഭയം ഉണ്ടാവില്ല. ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ചിരുത്തി തന്നെ പഠിപ്പിക്കണം. ഞാൻ പറയുന്ന ഡിഫറെൻ്റ് ആയിട്ടല്ല, അവരുടെ ജെനിറ്റൽ പാർട്സിനെ പറ്റിയും അവർക്ക് ഇത് വരുന്നത്, ഇതൊക്കെ നോർമലൈസ് ചെയ്യേണ്ട കാലം എന്നോ കഴിഞ്ഞു. എങ്കിൽ ഈ റേപ്പും കാര്യങ്ങളും ഒന്നും വരത്തില്ല. ഇതിലൊരു ക്യൂരിയോസിറ്റി അവർക്ക് ഉണ്ടാവത്തില്ല. ആ ഓവർ ക്യൂരിയോസിറ്റിയാണ് ഓരോ അപകടത്തേക്ക്. ഇപ്പം ഞാനൊരു ഫോട്ടോ ഇപ്പോൾ ടോപ്ലെസ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ടോപ്ലെസ് എൻ്റെ ബോഡിയിലൊരു പാർട്ടാണത്, അതിനകത്ത് ഒന്നും വൾഗറായിട്ട് കാണാനില്ല. അങ്ങനെ വേണം നമ്മൾ ഓരോ സ്റ്റൈലിലും വളർത്തി വയ്ക്കാൻ. സോ സെക്സ് എഡ്യൂക്കേഷൻ ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. കരിക്കുലം ഡിസൈൻ ചെയ്ത് സ്കൂളുകളിൽ ഓരോ സ്ഥലത്തും പഠിപ്പിക്കേണ്ടതാണ്. വെരി ഗുഡ്. ഓ ലക്കി യു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ടീനേജ് സൂയിസൈഡ്, ടീച്ചർ എന്തോ പറഞ്ഞു വന്നു സൂയിസൈഡ് ചെയ്തു, ഫ്രണ്ട് എന്തോ കളിയാക്കി, പഠിച്ച് മാർക്സ് കുറഞ്ഞാൽ സൂയിസൈഡ് ചെയ്യുന്നു. ഈ സൂയിസൈഡിൻ്റെ ഒരു ഇതില്ല. അപ്പോൾ ഈ ടീനേജ് സൂയിസൈഡ് വാട്ട് യു തിങ്ക്, അങ്ങനെ എങ്ങനെ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യും? ഓക്കെ, ലൈറ്റ്സ് ഓഫ്. മാം, ഈ സൂയിസൈഡ് എന്ന് പറയുന്നത് അതിലേക്ക് അവർ കടക്കുന്നത് മെയിൻലി, ഞാനൊക്കെ ചെറുതായിരുന്നപ്പം നമുക്കറിയാം വീട്ടിലുള്ള കഷ്ടപ്പാടുകൾ എങ്ങനെയൊക്കെയാണ് നമ്മളെ വളർത്തുന്നതെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ എന്തൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്, അച്ഛന് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണെന്ന്. പക്ഷേ ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്ക് അതൊന്നുമില്ല. ചെറുപ്പം മുതൽ അവർക്ക് എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അവർക്ക് എന്താണോ വേണ്ടത് അവർ പറയുന്നതിന് മുന്നേ തന്നെ പാരൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളങ്ങനെയാണ്, അപ്പോൾ നമ്മളെ മക്കൾക്ക് അങ്ങനെ വരരുത്. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ സിറ്റുവേഷൻസ് പ്രശ്നം വരുമ്പോൾ അവർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത് പെട്ടെന്ന് സൂയിസൈഡാണ് അവർ ചിന്തിക്കുന്നത്. അവർക്ക് എന്താ അതിനുള്ള പേഷ്യൻസ് ഇല്ല ഇപ്പോഴത്തെ മക്കൾക്ക്. എല്ലാം നമ്മളിങ്ങനെ എല്ലാം ചെയ്തു കൊടുത്ത് ഒന്നും അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ പിന്നെ വേണ്ടത് നമ്മൾ വീട്ടിൽ കമ്മ്യൂണിക്കേഷനാണ്. ശരിക്കും എല്ലാം ഓപ്പൺ ആയിട്ട് പറയാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പം തന്നെ മക്കൾക്ക് കുറേ ഒരു എല്ലാം ഷെയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു രീതിയിലേക്ക് ചിന്തിക്കാനുള്ളൊരു ഇതുണ്ടാവില്ല അവർക്ക്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മളെ വീട്ടിൽ നമ്മളെ പാരൻസും കുട്ടികളും തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷനും എല്ലാം ഷെയർ ചെയ്യുന്ന ഒരു രീതിയിൽ ഉള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായാൽ തന്നെ ഇങ്ങനത്തെ സൂയിസൈഡ് എന്നുള്ള ചിന്ത തന്നെ അവർക്ക് ഉണ്ടാവില്ല. നമുക്ക് എന്തൊരു പ്രശ്നം വന്നാലും ആരോടും പറയാനില്ല, അല്ലെങ്കിൽ എനിക്കിനി ഒരു വഴിയില്ല എന്ന് തോന്നുമ്പോഴാണല്ലോ അവർക്ക് ഒരു സൂയിസൈഡ് എന്നുള്ള ഒരു ചിന്ത വരുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ പാരൻസിനോടും എല്ലാം ഷെയർ ചെയ്യാം. ഓഫ്, എൻ്റെ അമ്മമാരെ, നിങ്ങൾ തകർത്ത് പെർഫോം ചെയ്യുന്നുണ്ട്. സോ ഹാപ്പി ഫോർ യു പീപ്പിൾ. സൂപ്പർ അമ്മയും മകളും.